രക്തദാനം ചെയ്തു കഴിഞ്ഞാൽ വുളു എടുക്കൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ നഖം മുറിച്ചു കഴിഞ്ഞാൽ വുളു എടുക്കൽ സുന്നത്തുണ്ട്. മീശ താടി വെട്ടിയൊതുക്കിയാൽ വുളു എടുക്കൽ സുന്നത്തുണ്ട്. മുടി മൊട്ടയടിച്ച ശേഷം വുളു ചെയ്യൽ സുന്നത്തുണ്ട്. അല്ലെങ്കിൽ ഛർദിച്ചു കഴിഞ്ഞാൽ വുളു എടുക്കൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ മയ്യത്തിനെ ചുമന്നുകൊണ്ടുപോയി എന്നിട്ട് നമ്മുടെ വുളു മുറിയുന്നില്ല എങ്കിലും പള്ളിയിൽ കയറാൻ വേണ്ടി മയ്യത്തിനെ ചുമന്ന ശേഷം വുളു എടുക്കൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ മയ്യത്ത് കുളിപ്പിക്കാനൊക്കെ നിൽക്കുന്നവർ മയ്യത്തിനെ തൊടുകയും തുടയ്ക്കുകയും തടവുകയുമൊക്കെ പരിപാലിക്കുകയുമൊക്കെ ചെയ്തു അതിനുശേഷം വുളു ചെയ്യൽ സുന്നത്തുണ്ട്. വീട്ടിൽ മുസ്ലിം സഹോദരിമാർ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കവേ ദാനധർമ്മങ്ങൾ തേടി വരുന്ന കാഫിറത്തായ സ്ത്രീകളുടെ കയ്യിൽ നാണയത്തുട്ടുകൾ വെച്ചു കൊടുക്കുമ്പോൾ മുസ്ലിം സ്ത്രീകൾ അവരെ തൊടാറുണ്ട്. അതുകൊണ്ട് വുളു മുറിയില്ല, എങ്കിലും വുളു ചെയ്യൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ നമുക്കിടയിലുള്ള വിഭാഗമാണ് ഹിജടകൾ അഥവാ ആണാണെന്നോ പെണ്ണാണെന്നോ വേർതിരിയാത്ത വിഭാഗം. ഹുൻസൽ മുഷ്കിൽ എന്ന് അറബിയിൽ പറയും. അവർ പെണ്ണിൻ്റെ ശരീരവും ആണിൻ്റെ സ്വഭാവവുമായിരിക്കാം, നേരെ തിരിച്ചും ആയിരിക്കാം. ഏതായാലും ആണാണെന്നോ പെണ്ണാണെന്നോ വേർതിരിഞ്ഞിട്ടില്ല എങ്കിൽ അവരെ തൊടൽ കൊണ്ട് വുളു മുറിയുന്നതല്ല, എങ്കിലും വുളു ചെയ്യൽ സുന്നത്തുണ്ട്.